അതിർത്തിയിലെ പിരിമുറുക്കത്തിനിടെ നീക്കങ്ങൾക്കൊരുങ്ങി സൈന്യം. UP ഗംഗ എക്സ്പ്രസ് വേയിൽ വ്യോമസേന സൈനികാഭ്യാസം നടത്തി. റഫാൽ, മിറാഷ്, ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ പറന്നുയർന്ന് കരുത്തുകാട്ടി. അതിർത്തികളിൽ പടക്കോപ്പുകളുമായി കരസേന സജ്ജമാണ്. വിവരങ്ങളുമായി നോബൽ മാരിക്കാരനാണ് ചേരുന്നത്. നോബൽ, സൈന്യത്തെ സംബന്ധിച്ച് സൈന്യം സർവ്വസജ്ജമാണെന്ന് തന്നെ അറിയുകയാണ്. ഓരോ മണിക്കൂറിലും ഓരോ ദിവസങ്ങളിലും ഏതൊക്കെ തരത്തിലാണ് നീക്കങ്ങൾ എന്നുള്ളത് രാജ്യം നിരീക്ഷിക്കുക കൂടിയാണ്. എന്തായാലും തിരിച്ചടി എന്നുള്ളൊരു ലക്ഷ്യത്തിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നു. അത് ഏത് തരത്തിൽ വേണമെന്ന് സേനയ്ക്ക് നിശ്ചയിക്കുകയും ചെയ്യാം. നിലവിൽ എന്തൊക്കെ നീക്കങ്ങളാണ് സേനയുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത് നോബൽ? റോഷ്നി, പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ എപ്പോൾ തിരിച്ചടി നൽകും എന്നതിനുവേണ്ടി കാതോർത്തിരിക്കുകയാണ് രാജ്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത്തരത്തിൽ ശക്തമായ നിലപാട് മറ്റൊരു വശത്തെ ഇന്ത്യ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. എന്നാണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ മൂന്ന് സേനകൾ, അതായത് കരസേന, നാവികസേന, വ്യോമസേന, ഈ മൂന്ന് സേനകളും എന്തിന് സജ്ജമായി നിൽക്കുന്നു എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേനയുടെ അഭ്യാസ പ്രകടനം ഉണ്ടായതെങ്കിൽ ഇന്നിപ്പോൾ UP ഗംഗ എക്സ്പ്രസ് വേയിൽ വ്യോമസേന വലിയ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കരസേന അതിർത്തികളിൽ എല്ലാ സജ്ജീകരണവും പൂർത്തിയായിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം വ്യോമസേനയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. ഗംഗ UP എക്സ്പ്രസ് വേയിൽ യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറന്നുകൊണ്ട് താഴ്ന്നിറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. പ്രധാനമായും റഫാൽ, അതോടൊപ്പം തന്നെ ജാഗ്വാർ, മിറാഷ് വിമാനങ്ങളാണ് ഇന്നിപ്പോൾ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത്. വലിയ തരത്തിൽ ഇന്ത്യയുടെ ശക്തി വിളിച്ചോതുന്ന വ്യോമയാന മേഖല, പ്രത്യേകിച്ച് വ്യോമസേനയുടെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു ഇന്നത്തെ പ്രകടനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വ്യോമസേന എന്തിനു സജ്ജമാണ്. കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ പോലും വ്യോമസേന വിവിധങ്ങളായ സെൻസറുകളും മറ്റു കാര്യങ്ങളൊക്കെ പ്രവർത്തനക്ഷമമാണ് എന്ന് വിലയിരുത്തുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ എന്താണെങ്കിലും അഭ്യാസ പ്രകടനം കൂടി വ്യോമസേന നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ തന്നെ നാവികസേന ഓരോ ദിവസങ്ങളിലും ഓരോ സേന അവരുടെ ശക്തി തെളിയിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് അതിർത്തി കേന്ദ്രീകരിച്ചാണെങ്കിൽ ഈ പഹൽഗാം ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന വലിയ ചർച്ചകൾ വന്ന ഘട്ടത്തിൽ തന്നെ കരസേന എല്ലാ പോസ്റ്റുകളിലേക്കും കൂടുതൽ സൈനികരെ വിന്യസിച്ചുകൊണ്ട് മറ്റ് യുദ്ധസന്നാഹമായ സംവിധാനങ്ങൾ എല്ലാം അതിർത്തികളിലേക്ക് വിന്യസിച്ചുകൊണ്ട് സജ്ജമായി തന്നെ നിൽക്കുക. അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാണ് ഈ ഇന്ത്യൻ സൈഡ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായി തന്നെയാണ് ഓരോ ദിവസവും സേനകൾ വ്യത്യസ്തമായ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് തങ്ങളുടെ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്താണെങ്കിലും ഇന്നിപ്പോൾ വ്യോമസേന UP ഗംഗ എക്സ്പ്രസ് വേയിൽ നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾ തീർച്ചയായും സേനയുടെ ശക്തി വിളിച്ച് പറയുന്നതാണ്. റോഷ്നി, നോബൽ, ഈ അറബിക്കടലിലടക്കം യുദ്ധക്കപ്പലുകൾ ഒരുക്കിക്കൊണ്ട് പടയൊരുക്കം എന്നുള്ള സൂചനകൾ തന്നെ നൽകുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു തിരിച്ചടി അത് എപ്പോഴുണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും നിലവിലില്ല, അല്ലേ? പടയൊരുക്കം എന്ന് തന്നെ പറയാൻ കഴിയുന്ന സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? ഇന്ത്യ എന്തിന് സജ്ജമായി നിൽക്കുന്നു എന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിന്റെ ഭാഗമായാണ് ഈ സേനകളുടെ വിവിധ സേനകളുടെ ഈ അഭ്യാസ പ്രകടനങ്ങളും ശക്തി കാണിക്കലും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലേക്കുള്ള അവരുടെ സേനാ വിന്യാസവും ഒക്കെ പൂർത്തിയാക്കിയിരിക്കുന്നത്. പക്ഷേ എപ്പോൾ തിരിച്ചടിക്കണം എന്ന കാര്യത്തിൽ സൈന്യത്തിന് തീരുമാനം എടുക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം അവർക്ക് നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു ദിവസത്തിൽ ആ തിരിച്ചടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. അത് ഏത് തരത്തിലായിരിക്കും തിരിച്ചടി എന്നത് മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ബലാക്കോട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ച് കണ്ടതാണ്. അത്തരത്തിൽ ഏതെങ്കിലും ഭീകരവാദ പോസ്റ്റുകളിലേക്കാണോ തിരിച്ചടിക്കുക, അതല്ലെങ്കിൽ പാകിസ്ഥാൻ നേരെ മൊത്തത്തിൽ തിരിച്ചടിക്കുക, അത്തരത്തിലുള്ള നീക്കമാണോ ഇന്ത്യ നടത്തുക എന്നാണ് എല്ലാവരും ആകാംക്ഷയോട് നോക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും സേനകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് അധികാരങ്ങൾ നൽകിയ പശ്ചാത്തലത്തിൽ വിവിധ സേനകളുടെ തലവന്മാർ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു, തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരം മാത്രമാണ് ഇക്കാര്യത്തിൽ നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഒരു രഹസ്യഭാവം ഇക്കാര്യത്തിൽ വിവിധ സേനകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെയൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഓരോ മേഖലകൾ തിരച്ചിൽ നടത്തുമ്പോൾ ആ തിരച്ചിലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള വിശദാംശങ്ങളടക്കം പുറത്തേക്ക് വരുന്നില്ല. വിവിധ മേഖലയിൽ തിരച്ചിലുകൾ നടത്തുമെന്ന് മാത്രമാണ് വിവിധ സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്നാലെ ആക്രമണം, അതോടൊപ്പം തിരച്ചിൽ, അതോടൊപ്പം തന്നെ മറ്റു നടപടിക്രമങ്ങളിലൊക്കെ ഒരു രഹസ്യ സ്വഭാവം ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട് എന്നതാണ് പൊതുവെ പറയപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല വിവരങ്ങളും ഇന്ത്യ വളരെ രഹസ്യമായി തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആണെങ്കിലും അത്തരത്തിൽ ഒരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉടനെ തന്നെ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണുള്ളത്. പക്ഷേ എപ്പോഴെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. റോഷ്നി, ഓക്കെ, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സൈന്യം അഭ്യാസ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ